നെയ്യാർ ഡാമിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടാൽ നമ്മൾ ശരിക്കും ഞെട്ടും കേട്ടോ. ഇത്രയ്ക്ക് മനോഹരമായൊരു സ്പേസ്, ഇത്രയും ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്പേസ് ഇങ്ങനെ അധപ്പതിച്ച് കിടക്കുന്ന കണ്ടിട്ട് വളരെ വിഷമം തോന്നി. കാര്യം ഇവിടുത്തെ ഗവൺമെൻറ്, ടൂറിസം പ്രൊമോഷൻ കൗൺസിലും എല്ലാം ഇതിന് ഉത്തരവാദികളാണ്. ഈ ഡാമൊക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ചെന്നിരിക്കാനും കാണാനും ബോട്ടിങ്ങും എല്ലാ പരിപാടിയും ഓക്കെയാണ്. എല്ലാം അടിപൊളിയായിരുന്നു ഈ ഒരു ഒറ്റ കാഴ്ച ഒഴികെ. നമ്മുടെ ക്രൊക്കഡൈൽസ്, മുതലകളെല്ലാം ഇങ്ങനെ ദയനീയമായ കാഴ്ചയിലൂടെയാണ് നമ്മൾ കണ്ടിറങ്ങുന്നത്. കാര്യം ഇവരുടെ കൂടുകളൊന്നും ക്ലീനല്ല. കൂട്ടിൽ ഒരു വല്ലാത്ത, നമ്മളവിടെ ചെല്ലണ്ട എന്ന് തോന്നിപ്പോകുന്ന വിധത്തിലാണ് അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ തന്നെ. നിങ്ങൾക്കിത് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് അവസ്ഥയെന്ന്. ഇപ്പോൾ ഇലക്ഷനൊക്കെ വരുന്നു, ഈ വീഡിയോ എങ്കിലും കണ്ടിട്ടെങ്കിലും എൻ്റെ സാറന്മാർ അതൊന്ന് വൃത്തിയാക്കിയിടണം. അവിടെ നമുക്കിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് മുതലകൾ മാത്രമേ ഉള്ളൂ. അതായത് ഒരു സ്റ്റാഫ് മര്യാദക്ക് വർക്ക് ചെയ്താൽ നോക്കാൻ പറ്റുന്ന അത്രയ്ക്ക് മൃഗങ്ങളെ അതിൻ്റെ തൊള്ളു. മുതലയും പിന്നെ ഒരു പെരുമ്പാമ്പുണ്ട്. പെരുമ്പാമ്പിൻ്റെ കൂട്ടിൽ ഒരു കോഴിയുണ്ട്. കോഴിയെ തിന്നാൻ കൊടുത്തതാണ് പെരുമ്പാമ്പിന്. എന്തായാലും അത് അതിന് ഇഷ്ടമുള്ളപ്പോൾ തിന്നോട്ടെ. എന്നാലും ഇവിടെ കിടക്കുന്ന മുതലകൾക്ക് ചെറിയ ഇഷ്ടംപോലെ കുഞ്ഞുങ്ങളിപ്പം ഉണ്ട് കേട്ടോ. അതൊക്കെ കണ്ടിട്ട് നമുക്ക് ഇത്രയ്ക്കും ദയനീയമായ ഒരു അവസ്ഥ. കാര്യം നമ്മൾ ഇപ്പോൾ ഒരു പ്രൈവറ്റ് ഏജൻസിക്ക് കൊടുത്താൽ അവർ ഇത്ര ഡീസൻ്റായിട്ട് നടത്തിയാണ് ഇതൊക്കെ. എന്തായാലും ഇതിങ്ങനെ നമ്മൾ ക്രൂരമായ ഒരു രീതിയിലാണ് ഇവിടെ മൃഗങ്ങളെ പരിപാലിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയ്ക്കും ദയനീയമായൊരു പാർക്ക് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. പിന്നെ ഈ നെയ്യാർ ഡാമിൽ പോയപ്പോൾ എൻ്റെ വേറെ ലക്ഷ്യം നമ്മുടെ ലയൺസ് പാർക്കിൽ പോകണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എൻക്വയറി ചെയ്തപ്പോൾ അവർ പറയുന്നു ലയൺസ് പാർക്ക് ഇപ്പോൾ ഇല്ല, അവിടെ സിംഹങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ലയൺസ് പാർക്ക് പൂട്ടിയിട്ടേക്കുവാണ്. അതിനും ഉത്തരവാദികൾ നമ്മുടെ ഗവൺമെൻറ് തന്നെയാണ്. ആ വാഗമണ്ണൊക്കെ ഒന്ന് പോയിട്ട് നോക്കണം. അവിടെ അവരാ ചെയ്ത് വെച്ചേക്കുന്ന കാര്യങ്ങളൊക്കെ, അവിടുത്തെ ആ അഡ്വഞ്ചർ പാർക്കിലൊന്ന് പോയിട്ട് ഇവിടുത്തെ ആൾക്കാരെല്ലാം ഒന്ന് കാണണം. അവരെ അതെങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യുന്നതെന്നൊക്കെ. അത്രയ്ക്ക് ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്പോട്ടായി മാറി വാഗമൺ. അപ്പോൾ അതുപോലെ തന്നെ വളരെ കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് തന്നെ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇട്ടാൽ, ഒന്ന് ഡെക്കറേറ്റ് ചെയ്തൊക്കെ വെച്ചാൽ വരുന്ന ആളുകൾക്ക് ഇഷ്ടപ്പെടും. കൂടുതൽ ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യാനും പറ്റും. ഈ മൃഗങ്ങൾക്കും ഹാപ്പി ആയിട്ട് അവർ അവിടെ കഴിയുകയും ചെയ്യും. ഇതിപ്പോൾ അവർ എന്താ പറയുക, അവരുടെ ജീവിതം കണ്ടിട്ട് എനിക്ക് സഹതാപം തോന്നുന്നുണ്ട് കേട്ടോ. എന്തായാലും ഈ ഇലക്ഷൻ കഴിയുന്നതിന് മുമ്പ് തന്നെ, കാര്യം ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ആരും ആ പരിസരത്തോട്ട് പോകാൻ പോലും എനിക്ക് തോന്നുന്നില്ല. ഈ ജയിച്ചു വരുന്ന ആൾക്കാരെ പിന്നെ 5 വർഷം 10 വർഷമൊക്കെ കഴിയണമെന്ന് കണ്ടുകിട്ടാൻ. അപ്പം ഈ ഇലക്ഷന് മുമ്പ് തന്നെ ഈ പാർക്കൊന്ന് അടിപൊളിയാക്കി എടുത്തിരുന്നെങ്കിൽ, അത്രയ്ക്ക് മനോഹരമായൊരു സ്ഥലം അടിപൊളിയാക്കി എടുത്ത ക്രെഡിറ്റിലെങ്കിലും നിങ്ങളൊന്ന് ജയിച്ച് കയറും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പം നമ്മുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഇതിന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മൾ പറഞ്ഞ കാര്യങ്ങളോട് ഈ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് ഇത് എത്തേണ്ടവരിലോട്ട് എത്തിക്കാനുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. ഓരോ മൃഗസ്നേഹികളും ആഗ്രഹിക്കുന്ന വിധത്തിൽ നമ്മുടെ നേച്ചർ അല്ലെങ്കിൽ ഈ പാർക്ക് ആയി മാറാനായിട്ട് നമ്മളെല്ലാം കൂടെ ഒരുമിച്ചൊന്ന് ശ്രമിച്ചാലേ നടക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മാക്സിമം സപ്പോർട്ട് എനിക്ക് ഈ കാര്യത്തിൽ വേണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.